ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ടോപ്പിക്കാണ്. എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട് ഫസ്റ്റത്തെ സ്ലൈഡിൽ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് എ മെത്തേഡ് ടു കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺ എ സം അറ്റ് എ ഗിവൻ റേറ്റ് ആൻഡ് ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഓൾവേസ് ദി സെയിം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്താണ്? നമ്മളൊരു ബാങ്കിൽ പോയിട്ട് 1000 രൂപ ലോൺ എടുത്തു. അപ്പോൾ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ലോൺ എടുക്കുക. അപ്പോൾ ഒരു വർഷത്തേക്ക് എത്ര പലിശയായി, അതിനെയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല? P/R/T/100. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല വരുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P/R/T/100. ഇവിടെ പി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിൻസിപ്പൽ ഓർ ഇനീഷ്യൽ എമൗണ്ട്. അതായത് ഇപ്പം നമ്മൾ 1000 രൂപയാണ് കടം എടുക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ 1000 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ആർ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ചിലപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ 5% പലിശ, 4.5% പലിശ, അല്ലെങ്കിൽ 10% പലിശ എന്നൊക്കെ പറയൂലേ, അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് 6 എന്ന് പറഞ്ഞത്. പിന്നെ ടി എന്ന് പറയുമ്പോൾ എന്താണ്? ടൈം ഇൻ ഇയേഴ്സ്. നമ്മൾ സാധാരണ പലിശ എടുക്കുന്നത് ഒരു വർഷത്തേക്ക് ഇത്ര ശതമാനം പലിശ എന്നാണ് പറയുക. അപ്പോൾ ടി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എത്ര വർഷത്തേക്കാണ് പൈസ കടം എടുത്തിട്ടുള്ളത്, അതാണ് ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമുക്ക് എക്സാമിന് എങ്ങനെയൊക്കെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് വെൻ P/R/T ആർ ഗിവൺ. അതൊന്നുമില്ല, സാധാരണ നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P/R/T/100. പി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്. അതായത് നമ്മൾ ആദ്യം എത്ര പൈസയാണോ കടം എടുത്തിട്ടുള്ളത്, അതാണ് പി. ആറ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്. ടി എന്ന് പറയുമ്പോൾ എന്താണ്? ടൈം പീരീഡ്, എത്ര വർഷത്തേക്കാണ് ലോൺ എടുത്തിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഫൈൻഡ് പി വെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് R/T ആർ ഗിവൺ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ആണ്, പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. നമ്മൾ എത്ര പൈസയാണോ കടം എടുത്തിട്ടുള്ളത്, അതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടാവും, പിന്നെന്താണ്? ടൈം പീരീഡും തന്നിട്ടുണ്ടാവും. നമുക്ക് ഈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെയെന്ന് പറയുമ്പോൾ മൂന്നാമത്തെ എന്താണ് കണ്ടുപിടിക്കാൻ വരിക? ചിലപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, ചിലപ്പം ടൈം പീരീഡ് ആയിരിക്കും കണ്ടുപിടിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനും ചോദിക്കും. പിന്നെ നാലാമതൊരു പോയിന്റ് വന്നിട്ടുണ്ട്. എന്താണ് പോയിന്റ്? യൂസ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ടു ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ നമ്മൾ 2 വർഷത്തേക്ക് ഒരു ലോൺ എടുത്തു, 1000 രൂപ ലോൺ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ട് എത്ര പൈസയാണ് ബാങ്കിലേക്ക് തിരിച്ചടക്കേണ്ടത്? ഈ 1000 പ്ലസ് 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് സാധാരണ പലിശ, അതും കൂടെ കൂട്ടിയ എമൗണ്ടാണ് നമ്മൾ അടയ്ക്കുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൾ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ബേസിക് ആയിട്ട് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കേസ് തന്നെയാണ്. 1000 രൂപ എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. നമുക്ക് പി എന്ന് എടുക്കാലോ. പി എന്ന് പറയുമ്പോൾ 1000 രൂപ. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5% ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ R ഈസ് ഈക്വൽ ടു 5%. പിന്നെ എത്ര വർഷത്തേക്കാണ് ഇവിടെ? 2 വർഷത്തേക്കാണെന്നും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 2. ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് സുഖമായിട്ട് കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നമുക്കറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P/R/T/100. P/R/T/100 ആണ് ഫോർമുല വരുന്നത്. അപ്പോൾ പി എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000. R എത്രയാണ്? 5. പിന്നെ ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 അല്ലേ?
പിന്നെ നമുക്ക് 100നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 100ന്റെ 2 0 വെട്ടിപ്പോവും, 1000-ലെ 2 0 വെട്ടിപ്പോവും. അപ്പോൾ 5 × 2 എന്ന് പറയുമ്പോൾ 10. ഇവിടെയും 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്. 10 × 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 100. അപ്പോൾ ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 100 ആണ് വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുക, നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ട് ബാങ്കിലേക്ക് എത്ര പൈസ അടക്കണം? 100 രൂപയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, 1000 രൂപയാണ് നമ്മൾ കടം എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപ അടയ്ക്കണം നമ്മൾ? 1100 രൂപയാണ് ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കേണ്ടത്. അതാണ് എമൗണ്ട് എന്ന് പറയുന്നത്. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഇനി നമുക്ക് ഡയറക്റ്റ് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. RRB ഗ്രൂപ്പ് ഡി 2022 കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 2000 at 8.25% per annum for the period from 7 February 2022 to 20 April 2022. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇത് കുറച്ച് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമുക്ക് സോൾവ് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നമുക്കറിയാലോ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഇക്വൽ ടു P × R × T / 100. അപ്പം നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? P തന്നിട്ടുണ്ട്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് വരുന്നത്? 2000 ആണ് വരുന്നത്. പിന്നെ ആറും തന്നിട്ടുണ്ട്. R എത്രയാണ് വരുന്നത്? 8.25% ആണ് വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്. പിന്നെ ടൈം പീരീഡ് നമുക്ക് തന്നിട്ടുള്ളത് എങ്ങനെയായിട്ടാണ്? 7 ഫെബ്രുവരി 2022 മുതൽ 20 ഏപ്രിൽ 2022 വരെയുള്ള ടൈമാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ദിവസത്തിലാണ് നമുക്ക് കിട്ടുക. പക്ഷെ നമ്മൾ പലിശ കണ്ടുപിടിക്കുന്നത് വർഷത്തിലാണ്. അപ്പോൾ നമ്മളത് വർഷത്തിലേക്ക് മാറ്റണം. അതാണ് നമുക്കിവിടെ ടാസ്ക് ആയിട്ട് വരുന്നത്. നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ 2022 എന്ന് പറയുമ്പോൾ എന്താണ്? ലീപ്പ് ഇയർ അല്ല, നോർമൽ ഇയർ ആണ്. നോർമൽ ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരി എത്രയാണ് വരുന്നത്? 28 ദിവസമാണ് വരുള്ളൂ. അപ്പോൾ നോർമൽ ഇയറും ലീപ്പ് ഇയറൊക്കെ കണ്ടുപിടിക്കാനുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് 7 ഫെബ്രുവരി തൊട്ട് 28 ഫെബ്രുവരി വരെ എത്ര ദിവസങ്ങളുണ്ട് നോക്കാം. എത്രയാണ് വരിക? 7 ഫെബ്രുവരി തൊട്ട് 28 ദിവസമല്ലേ? 28 ഫെബ്രുവരി വരെ എത്ര ദിവസം ഉണ്ടാവും? 22 ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ. ഫെബ്രുവരി കഴിഞ്ഞിട്ട് മാർച്ച് വരും. മാർച്ച് എന്ന് പറയുമ്പോൾ എത്ര ദിവസമാണ് ഉണ്ടാവുക? മാർച്ചിൽ 31 ദിവസങ്ങൾ ഉണ്ടാവും. അടുത്തത് ഏപ്രിൽ. ഏപ്രിലാണെങ്കിലോ 20 വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് 20 എടുക്കാം. ഇനി നമുക്ക് ഈ ദിവസങ്ങളൊക്കെ ആഡ് ചെയ്യാം. ടോട്ടൽ എത്രയാണ് വരിക? 22 + 20 എന്ന് പറയുമ്പോൾ എത്രയാണ്? 42 വരും. 42 + 31 ചെയ്യണം. 3 7 73 ദിവസങ്ങൾ വരും. അപ്പോൾ ഈ 73 ദിവസത്തിനെ നമ്മൾ വർഷത്തിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാം? 73 / ഒരു വർഷം എത്രയാണ് വരിക? 365 ദിവസങ്ങളാണ് വരിക. അപ്പോൾ 365 ചെയ്യുക. അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നും. 73 / 365. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഡെസിമലിലായിരിക്കും ആൻസർ വരിക. പോയിന്റിൽ തുടങ്ങിയിട്ടാണ് ആൻസർ വരിക. അപ്പോൾ 730 365 നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? നോക്കി നോക്ക്. 365 2 വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ 730ൻ്റെ അടുത്ത് എന്തായാലും വരും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 365 × 2 ചെയ്ത് നോക്കാം. 2×5 10, ശിഷ്ടം 1. 6 × 2 എന്ന് പറയുമ്പോൾ 12, 13, ശിഷ്ടം 1 തന്നെ വരും. പിന്നെ 3 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ്?
6+1 എന്ന് പറയുമ്പോൾ 7, 730 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? 2 വരിക. 0.2 ഇയേഴ്സ് ആണ് വരിക ടീൻ്റെ വാല്യൂ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സിമ്പിൾ ഇൻട്രസ്റ്റ് സുഖമായിട്ട് കണ്ടുപിടിക്കാം. പിയും അറിയാം, ആറും അറിയാം, ടിയും അറിയാം. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി എന്ന് പറയുമ്പോൾ എത്രയാണ്? 2000. 6 എന്ന് പറയുമ്പോൾ 8.25. ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.2 വരിക. പിന്നെ ഡിവൈഡഡ് ബൈ 100. അപ്പം 100ൻ്റെ 2 പൂജ്യവും 2000-ലെ 2 പൂജ്യവും കട്ട് ചെയ്ത് പോയി. അപ്പോൾ 8.25 ഇൻറ്റു 0.2 എങ്ങനെ ചെയ്യാം? നമുക്ക് 825നെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റത്തെ ആൻസറിൽ 3 പോയിന്റ് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടാൽ മതി. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. ഞാനിവിടെ ഒന്ന് മായ്ക്കുന്നുണ്ട്. 825 ഇൻറ്റു 2 ചെയ്താൽ മതി. 5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 10, 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4, 4ഉം 1ഉം 5, പിന്നെ 8 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 16. എത്ര പോയിൻ്റാണ് വരിക? 3 പോയിൻ്റ് നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കണം. 1, 2, 3. അപ്പോൾ 1.65 നമുക്ക് വരിക ഇതിൻ്റെ വാല്യൂ. 1.65. പിന്നെ എത്രതിനെ കൊണ്ടാണ് നമ്മൾ അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 20നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 20 വരുമല്ലോ. 20ൻ്റെ 0 നമുക്ക് കട്ട് ചെയ്ത് പോകും. അന്നേരം എന്താവും? 1 പോയിന്റ് ഇപ്പുറത്തേക്ക് നമുക്ക് 1.65 എന്നുള്ളത് എന്താവും? 16.5 എന്ന് മാറും. അപ്പോൾ 16.5 ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ 2 5 10, സിസ്റ്റം 1, 6 2 12, 13 3, സിസ്റ്റം 1, പിന്നെ 1 2 2, 2 + 1 3. പിന്നെ ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ? ആ പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് ഇടുക. അപ്പം 33 നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. 33 എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ? 4ാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? എ മാൻ ഇൻവെസ്റ്റഡ് 75,000 അറ്റ് ദ റേറ്റ് ഓഫ് 7.5% per annum simple interest for 6 years. Find the amount he will receive after 6 years. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല കണ്ടുപിടിക്കേണ്ടത്. 6 വർഷം കഴിഞ്ഞിട്ട് കയ്യിലേക്ക് കിട്ടുന്ന പൈസ. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത കേസാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് എടുത്തെഴുതാം. ഫസ്റ്റ് പി എന്ന് പറയുമ്പോൾ എന്താണ്? ഇനീഷ്യൽ എമൗണ്ട് എത്രയാണ്? 75,000 രൂപ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് 6 തന്നിട്ടുണ്ട്. എത്രയാണ് വരുന്നത്? 7.5%. നമുക്ക് 7.5 എന്ന് എഴുതാം പെർസെൻറ്റേജ്. ടീൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? ടൈം പീരീഡ് 6 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 വർഷം വരും ടീൻ്റെ വാല്യൂ. ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100. പിൻ്റെ വാല്യൂ എത്രയാണ്? 75,000. ആർ എത്രയാണ്? 7.5. ടി എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ 100. 100 വരുന്നത്. അപ്പോൾ 100ന് 2 പൂജ്യം വെട്ടിക്കളയാം. 75,000-ന് 2 പൂജ്യവും വെട്ടിക്കളയാം. അപ്പോൾ 7.5 ഇൻറ്റു 6 നമുക്ക് ആദ്യം ചെയ്യാം. 7.5 ഇൻറ്റു 6 നമുക്ക് 75 ഇൻറ്റു 6 ചെയ്തിട്ട് പിന്നെ പോയിന്റ് ഇട്ടാലും മതി. 6 5 30ന് 0, ശിഷ്ടം 3, 1 7 7 7 14, 3 7 21, 4 7 28, 5 7 35, 6 7 42, 42 + 3 എന്ന് പറയുമ്പോൾ 45 വരും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 45 നമുക്ക് ഇതിൻ്റെ ആൻസർ വരിക. 45 വരും. ഇനി 750നെ നമ്മൾ 45നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി.
എത്ര സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 75 × 45 ചെയ്യാം. എന്നിട്ട് ഒരു 0 ആഡ് ചെയ്യണം. 750 ശരിക്കും വരുന്നത്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ 25-ന് 5 ശിഷ്ടം 2 75 എന്ന് പറയുമ്പോൾ എത്രയാണ്? 35 അല്ലേ വരിക. 35 + 2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 37. പിന്നെ 4 5 20-ന് 0 ശിഷ്ടം 2 വരും. 1 7 7 7 14 3 7 21 4 7 28 28 + 2 എന്ന് പറയുമ്പോൾ 30 വരും. ആഡ് ചെയ്യാം. 5 7 3 3. അപ്പോൾ 3375 വരിക. പക്ഷെ നമ്മളൊരു 0 ഇവിടെ ആഡ് ചെയ്യണം. കാരണം 750 × 45 ആയിരുന്നു ചെയ്യേണ്ടത്. നമ്മൾ 75 × 45 ചെയ്തു. ലാസ്റ്റ് 0 ആഡ് ചെയ്തു. അപ്പോൾ 33,750 സിമ്പിൾ ഇൻട്രസ്റ്റ് വരിക 6 വർഷത്തേക്കുള്ള. 33,750 സിമ്പിൾ ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 75,000 കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 6 വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കേണ്ട തുക കിട്ടും. ഇവിടെ അടയ്ക്കുന്ന കേസല്ല വരുന്നത്, നമുക്ക് കയ്യിലേക്ക് കിട്ടുന്നതാണല്ലോ, ഇൻവെസ്റ്റ് അല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് വരിക? 75,000 ഇതിനോട് ആഡ് ചെയ്യുക. അപ്പോൾ 0 5 7 8 10 1,08,750 രൂപ നമുക്ക് 6 വർഷം കഴിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? 4ാമത്തെ ഓപ്ഷൻ അല്ലേ? 4ാമത്തെ ഓപ്ഷനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നുള്ളത്? ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 1,280 at 5% പെർ ആനം ഫോർ 3 years ഈസ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല അറിയാം. എന്താണ്? P × R × T / 100. P × R × T / 100 ആണ് ഫോർമുല വരുന്നത്. Pൻ്റെ വാല്യൂ എത്രയാണ്? 1280. 1280. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 5% ഇവിടെ പലിശ നിരക്ക് വരുന്നത്. പിന്നെ എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്ക്. അപ്പോൾ 3 കൂടെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 100നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 100-ലെ ഒരു 0-ഉം 1280-ലെ ഒരു 0-ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ 5 × 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15. 15 × 128 ചെയ്യണം. 128 × 15. 8 5 40-ന് 0 ശിഷ്ടം 4 2 5 10 14 4 ശിഷ്ടം 1 വരും. 1 5 5 5 1 6 1 8 8 1 2 2 1 1 1. അപ്പോൾ 0 8 4 12 2 ശിഷ്ടം 1 8 9 1. അപ്പോൾ എത്രയാണ് വരുന്നത്? 1920 ഡിവൈഡഡ് ബൈ 10 വരും. അപ്പോൾ 0 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 192 സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത് 3 വർഷത്തേക്ക്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ? 192. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പം 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? എ സം വെൻ ഇൻവെസ്റ്റഡ് അറ്റ് 12.5% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം എമൗണ്ട്സ് ടു 8,250 ആഫ്റ്റർ 2 years. വാട്ട് ഈസ് ദി സിമ്പിൾ ഇൻട്രസ്റ്റ്? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ തന്നു? സമ്മെന്ന് മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ എത്ര പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എടുത്തിട്ടുള്ളത് നമുക്കറിയില്ല. അപ്പം നമുക്ക് Pൻ്റെ വാല്യൂ എന്തായിട്ട് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. നമുക്കറിയില്ലല്ലോ. പിന്നെ 6 നമുക്ക് തന്നു. എത്രയാണ്? 12.5% പലിശ നിരക്കാണ്. അപ്പോൾ 12.5 നമുക്ക് എഴുതാം. പിന്നെ എത്ര വർഷത്തേക്കാണ്? T എന്ന് പറയുമ്പോൾ
2 വർഷത്തേക്കാണ് പൈസ വന്നിട്ടുള്ളത്. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഡയറക്റ്റ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റൂല. എന്നാലും നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100. പി എന്തായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? എക്സ് ആയിട്ടാണ്. നമുക്കറിയില്ല. അപ്പോൾ എക്സ് എന്ന് തന്നെ കൊടുക്കാം. ആർ എത്രയാണ്? 12.5%. ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് വരിക? 12.5 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 25 അല്ലേ വരിക. അപ്പോൾ 25 എക്സ് ഡിവൈഡഡ് ബൈ 100 വരും. അപ്പോൾ 25 എത്ര വട്ടം പോവും? ഒരു വട്ടം പോവും. അപ്പോൾ 1. 25 100-ലാണെങ്കിലോ 4 വട്ടം പോവുമല്ലോ. അപ്പോൾ 4. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് ബൈ 4 വരും. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അടയ്ക്കുന്ന തുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന തുകയോ 8250 എന്ന് തന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യണം? 8250 അത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ എത്ര പൈസയാണോ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത്, അതായത് എക്സ്, പിന്നെന്താണ് അതിൻ്റെ കൂടെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എത്ര കിട്ടുക? 8250 കിട്ടുള്ളൂ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു, എക്സ് ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ സുഖമായിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 4 വരും, ഇവിടെ 4 വരുമല്ലോ. മുകളിലും താഴെ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4x പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 5x വരും. 5x ഡിവൈഡഡ് ബൈ 4 ആണ്. അത് ഈക്വൽ ടു എന്താണ് വരിക? 8250. 8250. അതിൽ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ഈസ് ഈക്വൽ ടു 4 അങ്ങോട്ടേക്ക് പോകല്ലോ. 8250-ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ എത്രയാണ് വരിക? 5 വരും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് നോക്കാം. എണ്ണായിരത്തി 250-നെ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ആദ്യം. 8250 ചെയ്യുന്നില്ല കേട്ടോ. 0 നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. 4 5 20-ന് 0 ശിഷ്ടം 2. 2 × 4 എന്ന് പറയുമ്പോൾ 8. 8 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10. 0 വരും, ശിഷ്ടം 1 വരും. 1 8 8 2 16 3 24. 4 8 32. 32 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 33. അപ്പോൾ ഒരു 0 കൂടെ വരുമല്ലോ. ആ 0 കൂടെ കൊടുക്കാം. അപ്പോൾ എത്രയാണ് വരിക? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 33,000 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 33,000 ചെയ്യണം. നമുക്ക് 330 എടുക്കാം. ബാക്കി 0 തന്നെയല്ലേ വരുന്നത് രണ്ടും. അത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. 30-ൽ എത്ര വട്ടം 5 പോവും? 6 5 അല്ലേ. 6 5 30. പിന്നെ 30 വന്നു. അതിലും 6 5 30. പിന്നെ ബാക്കി 0 തന്നെ വരുള്ളൂ. അപ്പം നമുക്ക് സുഖമായിട്ട് ബാക്കിയുള്ള 2 0 കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 6 6 2 0 കൂടെ വരും. 6600 എക്സിൻ്റെ വാല്യൂ വരുന്നത്. അതായത് 6600 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചത് എന്തായിരുന്നു? എക്സ് ഡിവൈഡഡ് ബൈ 4 അല്ലായിരുന്നു സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് 6600-നെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് നോക്കാം. 6600 ഡിവൈഡഡ് ബൈ 4 അല്ലേ. 6-ൽ എത്ര വട്ടം പോവും? ഒരു വട്ടം പോവും. 4. പിന്നെ എത്രയാണ് വരിക? 2 വരും. 26 അല്ലേ. 1 4 4 24 8 3 4 12 4 16 14 20 6 4 24. അപ്പോൾ 6 വട്ടം പോവും. 24. പിന്നെന്താണ്? 2 വരും.
അപ്പോൾ 20ൽ എത്ര വട്ടം പോവും? 5 വട്ടം പോവും. പിന്നെ 0 വരും. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? ഒരു 0 നമുക്കിവിടെ ആഡ് ചെയ്യാനുണ്ടല്ലോ. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1650. 1650 എന്ന് പറയുമ്പോൾ ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിട്ട് പോകുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇത് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.